ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോകുന്ന സമയത്ത് നമുക്ക് കുറേ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് അതിലേതെങ്കിലുമൊക്കെ ഫിൽറ്റേഴ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫിൽറ്റർ ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫിൽറ്റർ നമുക്ക് പിന്നീട് പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം ലൈവിൽ എങ്ങനെ ഫിൽറ്റേഴ്സ് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഒന്നുകിൽ ഇവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈവ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ മുകളിലൊരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലൈവ് സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചിട്ട് ലൈവ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് കുറേ ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിൽറ്റർ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളിന് ഈ ഒരു ഫിൽറ്റർ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പം എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഇപ്പം ഈ ഒരു ഫിൽറ്റർ നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനൊരു ബട്ടൺ കാണാൻ പറ്റും, ഒരു ബുക്ക് മാർക്കിൻ്റെ ബട്ടൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ബുക്ക് മാർക്ക് ആവും. ഇനി ബുക്ക് മാർക്ക് ചെയ്ത ആ ഒരു ഫിൽറ്റേഴ്സ് എവിടെ കാണാം എന്ന് വെച്ചാൽ ഇപ്പം ഇൻസ്റ്റാഗ്രാം ലൈവിൽ ഫിൽറ്റർ ഒന്നും ഇല്ലാത്തത് ഇതാണ്. ഇപ്പം ഇതിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ബുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഫിൽറ്റേഴ്സ് കാണാൻ പറ്റും. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബാക്കിയുള്ള ഫിൽറ്റേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം ലൈവിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫിൽറ്റേഴ്സ് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.